ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ JEE പേപ്പർ 2 എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി പറയുന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് പല കുട്ടികളും എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ തന്നെ JEE 2ൻ്റെ എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ എത്രയൊക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയൊക്കെ റാങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്, ഇതെല്ലാം ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് JEE പേപ്പർ 2 എന്ന് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ ഏകദേശം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വിഷ്വലൈസിങ് ഷേപ്സ് ആൻഡ് 3D ഒബ്ജക്ട്സ്, ആർക്കിടെക്ചർ അവയർനെസ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, പെർസ്പെക്റ്റൽ എബിലിറ്റി, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ പെർസ്പെക്റ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ഷേപ്പ് പെർസെപ്ഷൻ, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റീസണിങ് എന്ന് പറയുമ്പോൾ പ്യുവർലി ഒരു പെർസെൻറ്റേജ് അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാറ്. സീരീസ് കോഡിംഗ്, ഡീകോഡിംഗ്, അനാലിറ്റിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറ്. മെൻ്റൽ എബിലിറ്റിയിൽ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, പാറ്റേൺ ആൻഡ് ഫിഗർ മാച്ചിങ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. ആർക്കിടെക്ചർ അവയർനെസ്സിൽ എപ്പോഴും ഫേമസ് ബിൽഡിംഗ് ആർക്കിടെക്ചർ, ജനറൽ ആർക്കിടെക്ചർ ടെർമിനോളജി, ഇതുമായി റിലേറ്റ് ചെയ്ത ടോപ്പിക്സിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. വിഷ്വലൈസിംഗ് ഷേപ്സ് ആൻഡ് 3D ഒബ്ജക്ട്സിന് ഐഡന്റിഫൈ 3D ഒബ്ജക്ട്സ് ഫ്രം 2D വ്യൂസ്, ഓർത്തോഗ്രാഫി, പ്രൊജക്ഷൻസ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. ഇതെല്ലാം കൂടി ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള എക്സാം പാറ്റേൺ ഉണ്ട് JEE പേപ്പർ 2. ഇഗ്നൈറ്റിൻ്റെ മോക്ക് എക്സാം എഴുതുന്ന കുട്ടികൾക്കെല്ലാം എബവ് 40-45 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോയിങ് എക്സാം ഉണ്ട്. അപ്പോൾ ഇമാജിനേറ്റീവ് ആയിട്ടൊരു കോമ്പോസിഷൻ ചോദിക്കാറുണ്ട്. ഒരു ജിയോമെട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പോർട്രേറ്റ് സ്കെച്ചിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവ് സ്കെച്ചിങ്, ആ ഒരു രീതിയിലുള്ള 2 ഡ്രോയിങ് ക്വസ്റ്റ്യനാണ് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാത്സ് പറയുകയാണെങ്കിൽ ഓൾജിബ്ര, കാൽക്കുലസ്, ജിയോമെട്രി ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി, ട്രിഗണോമെട്രി, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, വെക്ടർ ഓൾജിബ്ര, ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ വെക്ടർ ഓൾജിബ്ര എന്നൊക്കെ ഒരു 1 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. പ്രോബബിലിറ്റിയിൽ മാക്സിമം 1 or 2, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ട്രിഗണോമെട്രി ബേസിക് ആയിട്ട് 2 ക്വസ്റ്റ്യൻ വരെ വരാൻ സാധ്യതയുണ്ട്. ജിയോമെട്രി ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി, സ്ട്രേറ്റ് ലൈൻ, സർക്കിൾസ്, കോണിക് സെക്ഷൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് വരാം. ഓൾജിബ്രയിലാണ് ഒരു മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക, ലൈക്ക് ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് വരാം. അതിൽ കാൽക്കുലസ് ഉണ്ട്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ്, മെട്രിക്സ്, ക്വാഡ്രാറ്റിക്കേഷൻ, ഇതെല്ലാം കൂടിയിട്ട് ടോപ്പിക്സ് ആണ് ജിയോമെട്രി ഓൾജിബ്ര എന്ന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ മാത്സ് ഒരു 100 മാർക്സിന്, ആപ്റ്റിറ്റ്യൂഡ് ഒരു 200 മാർക്സിന്, ഡ്രോയിങ് ഒരു 100 മാർക്സിന്, അങ്ങനെ ടോട്ടൽ ഒരു 400 മാർക്സിനാണ് നമുക്ക് JEE പേപ്പർ 2ൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു 300 മാർക്സ് എബോവ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 99% എബോവ് എന്നുള്ളത് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബെസ്റ്റ് വിഷസ്. അപ്പോൾ അതിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല സ്ട്രാറ്റജീസിലൂടെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈ ഒരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിന് മാക്സിമം മോക്ക് എക്സാംസ് എഴുതുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഞാൻ പറയാനുള്ളത്. മോക്ക് എക്സാംസിന് അവൈലബിൾ ആവണമെങ്കിൽ ഇഗ്നൈറ്റ് ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.